ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാംഗോ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇനി മാങ്ങയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇപ്പോൾ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് നിറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റും നല്ല അടിപൊളി മിൽക്ക് ഷേക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഇതൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാംഗോ മിൽക്ക് ഷേക്കാണിത്. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആദ്യം ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഷേക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. കാരണം ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മാങ്ങ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് പാലെടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് നല്ലതുപോലെ കട്ടാക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ട് ഫ്രഷ് ക്രീം എടുത്തു. ഫ്രഷ് ക്രീം വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകരം നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരണം കേട്ടോ. മാങ്ങ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് എന്ത് കിട്ടിയാലും ഷേക്ക് അടിച്ച് കുടിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിക്കാനോ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയൊക്കെ മിൽക്ക് ഷേക്കും അതേപോലെ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രഷ് ക്രീം തന്നെയാണ് മുകളിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നത്. മുകളിലായിട്ട് ഫ്രഷ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മാങ്ങൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മിൽക്ക് ഷേക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, ഇതൊന്നും വെക്കാതെ തന്നെ. അപ്പോൾ കുറച്ച് മാങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.